രാത്രി മുഴുവൻ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തൃശൂർ പൂരനഗരിയിൽ പകൽപൂരം പുരോഗമിക്കുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഷിമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ 36 മണിക്കൂർ നീണ്ട പൂരച്ചടങ്ങുകൾ സമാപിക്കും. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി ദേവസ്വം രാത്രി പൂരം നിർത്തിവെച്ചിരുന്നു. അനുനയ ചർച്ചകൾക്ക് പിന്നാലെ ഇന്ന് രാവിലെ വളരെ വൈകിയാണ് പൂരം വെടിക്കെട്ട് തന്നെ നടന്നത്. പോലീസ് ജനങ്ങളെ വിരട്ടാൻ ശ്രമിച്ചെന്ന് VS സുനിൽകുമാർ 24നോട് പ്രതികരിച്ചു. ഉപചാരം ചൊല്ലി പൂരം പിരിയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. നിഖിൽ, അങ്ങനെ 36 മണിക്കൂർ തുടർച്ചയായി നടന്ന പൂരച്ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും ഉപചാരം ചൊല്ലി പിരിയുന്നു. ഇനി അടുത്ത പൂരത്തിന് കാണാം എന്ന് പറഞ്ഞ് ഇതാ പൂരപ്രേമികളും തട്ടകത്തിൽ നിന്ന് വിട വാങ്ങുകയാണ്. ഇത്തവണ പൂരത്തിന് ഒരുപക്ഷെ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ അനിശ്ചിതത്വങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി നമ്മളത് കണ്ടതാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ നിഖിൽ? അങ്ങനെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂരാഘോഷത്തിനാണ് പരിസമാപ്തി കുറിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഏറെ നാടകീയതകൾക്കൊടുവിലായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി. ഇന്നലെ ഈ കുടമാറ്റം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നമുക്കറിയാം വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ അപ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ അത് സമാനതകളില്ലാത്തതാണ്. കഴിഞ്ഞ തവണ ഈ കാലാവസ്ഥ ശക്തമായ മഴയെ തുടർന്ന് ദിവസങ്ങളോളം വെടിക്കെട്ട് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു എപ്പോഴായിരിക്കും ഇത് നടക്കുക എന്നുള്ളത് സംബന്ധിച്ച്. പക്ഷെ ഇത്തവണ പോലീസിന്റെ നിയന്ത്രണങ്ങൾ മൂലമാണ് ഈ വെടിക്കെട്ട് വൈകുന്നത് എന്നുള്ള സാഹചര്യം ഉണ്ടാക്കിയതിനാൽ തന്നെ ആളുകൾ വലിയ രീതിയിൽ രോഷാകുലരാകുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് രാവിലെയൊക്കെ പുലർച്ചെയൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത്. അത് മാത്രമല്ല, രാവിലെ വെടിക്കെട്ട് നടത്തിയപ്പോഴാണെങ്കിലും അത് പേരിന് വെടിക്കെട്ട് നടത്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. എന്തായാലും നമ്മൾ അല്പസമയം മുൻപ് മന്ത്രി കെ രാജനും VS സുനിൽകുമാറുമായും സംസാരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇത് രാഷ്ട്രീയ ആയുധമാക്കുമെന്നുള്ള ഉറപ്പാണ് ഇതിനോടൊപ്പം തന്നെ ആ തരത്തിൽ രൂപപ്പെട്ടിട്ടുമുണ്ട്. അതിനോട് VS സുനിൽകുമാറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇത് വിവാദമാക്കാൻ ശ്രമിക്കുന്നവർ നാണം കെടും, കാരണം ജനങ്ങളത് തിരിച്ചറിയും. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വെടിക്കെട്ട് വൈകിയത് ഒരിക്കലും സർക്കാരിന്റെ ഒരു പിടിപ്പേട് കൊണ്ടല്ല, അത് പോലീസുകാർ പല തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് വേണ്ടി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം പലയിടങ്ങളിലായി ഡെപ്യൂട്ടി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പരിചയ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് ഈ വെടിക്കെട്ട് മുന്നോടിയായുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളെ തടയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് ഈ വെടിക്കെട്ട് വൈകാൻ കാരണം. സർക്കാർ രൂപപ്പെടുത്തിയ ഒരു പ്രതിസന്ധി അല്ലാതെ അത് പരിഹരിക്കാൻ സർക്കാരിന് തന്നെ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മന്ത്രി കെ രാജനും വ്യക്തമാക്കിയത് അത് തന്നെയായിരുന്നു. കെ രാജനാണ് പുലർച്ചെ മുതൽ തന്നെ ഈ ശ്രീമൂല സ്ഥാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയത്. കെ രാജൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവർ നാണം കെടുന്ന അവസ്ഥയുണ്ടാകും. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത പൂരത്തിന്റെ തീയതിയാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അതുവരെയുള്ള ഒരുക്കലാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം. അതല്ലാതെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ വിവാദങ്ങൾ അത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സമയത്ത് ദിവസങ്ങളോളം വെടിക്കെട്ട് മാറ്റിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ള ജനങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഒരു പ്രതിസന്ധി അത് വിവാദമാക്കാൻ ശ്രമിക്കുന്നവർ അപമാനിതരാകുമെന്നാണ് മന്ത്രി കെ രാജനും വ്യക്തമാക്കിയത്. എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഈ പൂരവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പലതരത്തിലുള്ള ഫേവറേറ്റ്സും ഉണ്ടാകും. പേഴ്സണൽ ഫേവറേറ്റ് ആയ മൊമെന്റുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പലരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൊമെന്റാണ് അല്പസമയം മുൻപ്. നിഖിൽ തുടരുക. അതിനു മുമ്പ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട്. പോലീസിനെ ഇറക്കിയത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം. കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തതാണ്. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത്, അതിനകത്ത് ഇടപെടുന്നത്? കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്.
ഉണ്ടായത്. പോലീസിന്റെ ഇടപെടലിനെ അദ്ദേഹവും 24 സംസാരിക്കുമ്പോൾ വിമർശിച്ചിരുന്നു. അവരുടെ രാത്രി എഴുന്നള്ളിപ്പ്, മഠത്തിൽ വരവിന്റെ എഴുന്നള്ളിപ്പ് കയറേണ്ട സമയം 2 മണിക്കകത്ത് കയറേണ്ട സമയത്തിന് ശേഷമാണ് ആളുകളെ ഒഴിപ്പിക്കുമെന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നത്. പക്ഷെ പോലീസ് അതിന് മുമ്പ് തന്നെ ബാരിക്കേഡ് കെട്ടി ആളുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്നലെ പ്രകോപനത്തിനിടയാക്കിയത്. അങ്ങനെ ഇന്നലെ രാത്രി സത്യം പറഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ ഉണ്ടായ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇങ്ങനൊരു വിഷയത്തിലേക്ക് എത്തിയത്. അതിനിടയിൽ പോലീസ് അവർക്കെതിരായി ചെറിയ തോതിൽ പോലീസുകാർ ആളുകളെ വിരട്ടി ഓടിക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്തയും അതിനിടയിൽ വരികയുണ്ടായി. അതൊരു സത്യം തന്നെയാണ്, ചെറിയ തോതിലാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിന്റെ പതിവ് നടത്തിപ്പ് പറയുന്ന ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ട്. അവരൊക്കെ ഈ ഇലക്ഷന്റെ കോഡ് ഓഫ് കണ്ടക്ട് വന്നപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരായിട്ടുള്ള പോലീസ് ഓഫീസർമാരൊക്കെ മറ്റു പല ജില്ലകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഇവിടെ വിന്യസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തൃശ്ശൂർ പൂരത്തിന്റെ പുറത്തറിയുന്നവരും അതിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് സാധാരണ പൂരത്തിന് വരാറുള്ളത്. 36 മണിക്കൂർ നീണ്ട പൂരച്ചടങ്ങുകളാണ് പരിസമാപ്തിയിലെത്തുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് പൂരച്ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഇനി അടുത്ത പൂരത്തിന് കാണാം, ഒരുമിച്ച് വരാം എന്നതാണ് സങ്കല്പം. പൂരപ്രേമികളും തട്ടകത്തിലെ ജനങ്ങളുമൊക്കെ ആ ഉപചാരം ചൊല്ലി മടങ്ങുകയാണ്. അല്പസമയം മുമ്പാണ് ആ കാഴ്ച നമ്മൾ കണ്ടത്. പകൽപൂരം വൈകുമെന്ന് നേരത്തെ ഒരു സൂചനയുണ്ടായിരുന്നു, എങ്കിലും കാര്യമായി വൈകിയില്ല. കുറച്ച് സമയം മുന്നോട്ട് പോയി. ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്തു. ഇനി അതിന്മേലുള്ള രാഷ്ട്രീയ ചർച്ചകൾ, ഇന്നലത്തെ പോലീസ് നടപടിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പ്രതികരണങ്ങളും അക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്.